കൂടുതൽ ഉത്തരം ലഭിക്കുമെന്ന് കരുതുന്ന ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവിനെ പ്രതീക്ഷിച്ച് പ്രവാസി ലോകവും പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും ദൈവിക മന്ത്രങ്ങൾ ഉരുവിട്ടുമാണ് പ്രവാസ ലോകത്തെ മുസ്ലിങ്ങളും ലൈലത്തുൽ ഖദർ രാത്രിയെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ്, അതത്രേ ലൈലത്തുൽ ഖദർ. ദൈവികാനുഗ്രഹങ്ങൾ നിറയ്ക്കപ്പെട്ട വ്രതശുദ്ധിയുടെ രാപ്പകലുകൾക്ക് വിരാമം കുറിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലൈലത്തുൽ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാസി മലയാളികളും പ്രാർത്ഥനകളുടെ പാതയിലാണ്. കഴിഞ്ഞ ഒരു മാസത്തെ റംസാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മീയ ചൈതന്യവും വ്യക്തിശുദ്ധീകരണവും വരുംകാല ജീവിതയാത്രയിലും നിലനിർത്തുവാൻ ശ്രമിക്കണമെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 15 മണിക്കൂർ നീണ്ട സമയദൈർഘ്യവും ഉയർന്ന വേനൽ ചൂടിലുമായിരുന്നു ഈ വർഷത്തെ റംസാൻ കടന്നുപോയത്. എങ്കിലും ഏറെ പ്രതിസന്ധികളില്ലാതെ നോമ്പുകൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പ്രവാസി കുടുംബങ്ങൾ. ഇവിടെ റംസാൻ മാസം കൂടാൻ വേണ്ടി മകളുടെ കൂടെ കുടുംബത്തോടും കൂടി കൂടാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിൽ മഴയാണെങ്കിലും ഇവിടെ ചൂടുണ്ടെങ്കിലും ഞാൻ റംസാൻ മാസത്തിലെ എല്ലാ നോമ്പുകളും ഞങ്ങൾ പിടിക്കുന്നുണ്ട്. ഞാൻ പറയും എപ്പോഴും മോളോട്, റംസാൻ വന്നത് അറിഞ്ഞില്ല, പെട്ടെന്ന് പോയി എന്ന് പറയും. റംസാൻ എന്നും റംസാനായി കഴിഞ്ഞാലും സന്തോഷമാണ് തോന്നണത് ഇവിടെ. സൗദിയിലെ വിവിധ തൊഴിൽ മേഖലകളിൽ ഈദുൽ ഫിത്തർ അവധി ആരംഭിച്ചതോടെ സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഉംറ കർമ്മത്തിനായി ദമാമിൽ നിന്നും മക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മസ്ജിദ് ഹറാമിൽ രാപ്പാർക്കുന്നതിനായി ദമാമിൽ നിന്ന് മാത്രം 100 കണക്കിന് ബസ്സുകളാണ് ഉംറ തീർത്ഥാടകരുമായി മക്കയിലേക്കും മദീനയിലേക്കും പുറപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, ദമാം.